ഗായ്സ് പറ. ഹലോ ഗായ്സ്, ഇപ്പം വെൽക്കം ടു അവർ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഞങ്ങൾ റെഡിയായി നിൽക്കുന്നത് നമുക്ക് നമുക്ക് വിഷുവിന് കണി ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമൊക്കെ വാങ്ങണമല്ലോ. ഫ്രൂട്ട്സ് ഐറ്റംസും ഒക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് ഇന്ന് ഡേറ്റ് 12. അപ്പം നാളെ ആവുമ്പോൾ 13-ാം തീയതി ഒക്കെ പോയി കഴിഞ്ഞാൽ ഒന്ന് തിരക്കായിരിക്കും. പിന്നെ ഈ വൈകുന്നേരം രാത്രി സമയമാവുമല്ലോ വിനോദം വന്നിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് സാധനമൊക്കെ കുറേയൊക്കെ കഴിയും. ഇതാവുമ്പം ഒരുവിധം എല്ലാം സ്റ്റോക്ക് കാണുമല്ലോ, അപ്പം നമുക്കെല്ലാം നോക്കിയെടുക്കാമല്ലോ. അതുകൊണ്ട് ഇന്ന് പോകാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങുക. പോയിട്ട് വരാം. അങ്ങോട്ട് ഇറങ്ങ. അമ്മ കഥ പൂട്ടട്ടെ. ഇറങ്ങ മോനാ, ഇറങ്ങടാ, വാ. ഈ കഥയൊക്കെ പൊട്ടട്ടും. ഇവിടെയൊക്കെ അടിപൊളി മഴയായിരുന്നേ, തകർത്ത് പെയ്യുമായിരുന്നു. അതുകൊണ്ട് ഇത് കണിക്കൊന്നയുടെ പൂവെല്ലാം ഇവിടെ വന്ന് കിടക്കുന്നത് കണ്ടോ. കണിക്കൊന്ന മരം ഫുള്ള് കാലിയായി, മൊത്തം മുട്ടയായി. ആരാ ഓടി വന്നിരുന്നേ? വാ എണ്ണീക്ക്. അമ്മ മടി. നമ്മളങ്ങനെ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പിള്ളേരുടെ ഇടയിലെത്തി. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്ക് ഫസ്റ്റ് എൻ്റെ കണ്ണിൽപ്പെട്ടത് ഈ കിടക്കുന്ന ചക്കയാണേ. ഈ ചക്ക കണ്ടിട്ട് എനിക്കിത് ചക്കയാണോ അതോ നമ്മുടെ ചീമച്ചക്കയില്ലേ അതാണോ എന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ. അപ്പോൾ വിനോട്ടൻ പറഞ്ഞത് അത് ഉണ്ടച്ചക്കയാണ്. ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ചക്ക കാണുന്നത്. എനിക്ക് നോർമൽ നമ്മുടെ സാധാ ചക്കയും പിന്നെ നമ്മൾ തീയലൊക്കെ വെക്കുമ്പോൾ ഇടുന്ന അത് തീയലിനകത്തൊക്കെ ഇടുന്ന ആ ചീമച്ചക്ക ഉണ്ടല്ലോ, ആ ചക്കയെ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അപ്പോൾ ഇത് കണ്ടിട്ട് ഞാൻ ഭയങ്കര ഡൗട്ട് അടിച്ച് അത്ഭുതകരമായി ഇങ്ങനെ വായി നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു അതിനെ തന്നെ. പിന്നെ വന്നപ്പോഴത്തേക്ക് ദേ കുഞ്ഞിച്ചക്ക. ഈ കുഞ്ഞിച്ചക്കയാണ് നമുക്ക് കണി വെക്കാനായിട്ടൊക്കെ ബെസ്റ്റ് സാധനം. എനിക്ക് തോന്നിയിട്ടുള്ള ആ ചെറിയ ചക്കയാണ്. അതാകുമ്പോൾ ഒരിടത്ത് ഇങ്ങനെ ഒതുങ്ങി അങ്ങിരുന്നോളൂ, ഒത്തിരി വലുതിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ വേണമായിരുന്നു. അപ്പോൾ അവരോട് ഇങ്ങനെ പറഞ്ഞു നമുക്ക് കവർ കയറാൻ നമ്മൾ പെറുക്കിക്കോളായിരുന്നു. നമുക്ക് വേണ്ട ഏത് വെയിറ്റിനൊത്ത സാധനങ്ങളും അവിടെ കിട്ടും. ഇതേ കണ്ടില്ലേ, പല ടൈപ്പ് പല വെയിറ്റ് കുറഞ്ഞത്, തീരെ കുഞ്ഞ് എന്താ പറയുന്നത് കടച്ചക്ക, അങ്ങനെ എല്ലാ ഐറ്റംസും. അതുപോലെ മത്തന, പിന്നെ വെള്ളരി, എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഒരെണ്ണോ രണ്ടെണ്ണോ അല്ലെന്നുണ്ടെങ്കിൽ ഈ മത്തനും അതെല്ലാം ചെറുതും എല്ലാം ക്വാണ്ടിറ്റി കിട്ടും. അപ്പോൾ അതേ ഞാൻ ആദ്യം ഒരു പൈനാപ്പിൾ എടുത്തിട്ട് ഞാൻ അതങ്ങ് മാറ്റി, കാരണം നമുക്കിത് ജ്യൂസ് അടിച്ച് കുടിക്കാമല്ലോ, അല്ലെ ഏതായാലും കഴിക്കാമല്ലോ. അതുകൊണ്ട് പിന്നെ വേറൊരു ഇത്തിരി കൂടെ വലിയ ഒരെണ്ണം എടുത്തു. അപ്പോഴത്തേക്ക് മീനുട്ടി ആകെ ബഹളം തുടങ്ങി. അവൾക്കൊരു കവറ് വേണം. അങ്ങനെ ഒരു കവറ് വാങ്ങിക്കൊടുത്തു. ഇനി അവൾക്ക് അതിനകത്ത് സാധനങ്ങളൊക്കെ വാരിയിടണം. അങ്ങനെ നമുക്ക് കൊടുക്കാനൊക്കത്തില്ലല്ലോ, കടയിലായി പോയില്ലേ. അപ്പോൾ അതിൻ്റെ ബഹളമാണ് മീനുട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനങ്ങനെ നോക്കി ചെറിയൊരു മത്തന, ചെറിയൊരു കടച്ചക്ക, തീരെ ചെറിയ കടച്ചക്കല്ല, ഒരുവിധം നല്ല കടച്ചക്ക, പിന്നെ വിനുവരനെ വിട്ട് മുന്തിരി, പിന്നെ ഇതിനിടയ്ക്ക് സാധനമൊക്കെ എടുക്കുന്നുണ്ട്. മീനുട്ടിയുടെ ബഹളം കാരണം വീഡിയോസ് ഒന്നും ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പം ഇത് വെള്ളരി ഉണ്ടോ, പല ടൈപ്പ് വെള്ളരിയുണ്ട്. കുഞ്ഞതും തീരെ കുഞ്ഞല്ല, എന്നാലും ഒരുവിധം നമുക്ക് പറ്റിയ ടൈപ്പിലെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഒരു ചെറിയൊരു വെള്ളരി എടുത്തു. പിന്നെ എന്തുവായിരുന്നു എടുത്തത്? തണ്ണിമത്തൻ. തണ്ണിമത്തനും അത് ഞാൻ ആദ്യം ഈ ഒരു വെള്ളരി കാണിച്ചപ്പോൾ പിന്നോട്ട് പറഞ്ഞ് വേറെ ഒരെണ്ണം എടുക്ക്, എന്തായാലും ഈ സാധനമൊക്കെ ഉപയോഗം വരില്ല. പിന്നെ ഞാനും ആലോചിച്ച് ശരിയാ, നമുക്ക് സാമ്പാറിനോ അവിയലിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാമല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ ആ ഒരു വെള്ളരി എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് തണ്ണിമത്തൻ ആദ്യം വിചാരിച്ച് ചെറിയ ഒരെണ്ണം എടുക്കാം, കണിക്ക് വെക്കാൻ വേണ്ടിയിട്ടല്ല, അപ്പോൾ ഒതുങ്ങിയിരിക്കുമ്പോൾ ചെറുതെടുത്തേ. പിന്നെ ആലോചിച്ച് എന്തിനാ ചെറുതെടുക്കുന്നത്, തണ്ണിമത്തനും നമുക്ക് ഉപയോഗമുള്ള സാധനമാണല്ലോ, അവിടെ സ്ഥിരം വേണ്ട സാധനമാണ് തണ്ണിമത്തന്. അപ്പോൾ അതുകൊണ്ട് തണ്ണിമത്തന് നല്ല ഒരെണ്ണം നോക്കിയെടുത്തു. പക്ഷെ നമ്മൾ ആ കൊടുത്തത് തീരെ പൊട്ടായിരുന്നു. അതുകൊണ്ട് ആ ചേട്ടൻ അത് മാറ്റി വേറെ ഒരെണ്ണം എടുത്ത് തന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞതേ നമ്മൾ ഇത്രയും ഐറ്റംസാണ് എടുത്തത്. പേരയ്ക്ക, ആപ്പിള്, ഓറഞ്ച്, ചക്ക, ആ ഒരു കുഞ്ഞു ചക്ക എടുത്തു. പിന്നെന്തായിരുന്നു എടുത്തത്, നമ്മൾ മുന്തിരിങ്ങ, മാങ്ങ, ആപ്പിള്, ഓറഞ്ച്, അങ്ങനെ കണിക്ക് ആവശ്യമുള്ള ഒരുവിധം എല്ലാം, മാതള നാരങ്ങ, അങ്ങനെ ഒരു പഴം, അതൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇതെല്ലാം എടുത്തുകൊണ്ട് നേരെ പോവാണ്. പിന്നെ നമ്മൾ നേരെ പോയതെന്ന് വെച്ചാൽ ബ്രൂഫിയലാണ്. കാരണം മീനുട്ടി അവിടെ എന്താ പറയുന്നത്
കേക്ക് ഇരിക്കുന്നുണ്ട്. കുറേ ദിവസങ്ങൾ കൊണ്ട് കേക്ക് വേണമെന്ന് പറഞ്ഞ് ബഹളമാണ്, ഹാപ്പി കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ വാങ്ങി കൊടുക്കാണ്ടിരിക്കുമായിരുന്നു. അപ്പം അവിടെ ബേക്കറി വെച്ച് ചെന്നപ്പോഴത്തേക്ക് അവിടെ കേക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ റെഡ് വെൽവെറ്റ് ആയിരുന്നു, അതിനകത്ത് കളർ ആഡ് ആവുമല്ലോ, അതുകൊണ്ട് അത് വാങ്ങിക്കാൻ ഞാൻ. എന്നിട്ട് നമ്മൾ ബ്രൂഫിയെ വന്നിട്ട് ഈ ക്യാരമൽ ബട്ടർ സ്കോച്ചിന് ഈ ഒരു പീസ് അവൾക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു പീസ് കേക്ക് വാങ്ങി. എന്നിട്ട് അത് കഴിക്കാനുള്ള ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കിട്ടിയതിൻ്റെ സന്തോഷമുണ്ട്, അതപ്പം തന്നെ പൊട്ടിച്ച് കഴിക്കണമല്ലോ. അതിന് പിന്നെ ആ ചേട്ടനെ കൊണ്ട് ഒരു നൈഫൊക്കെ വാങ്ങി എല്ലാം വെപ്പിച്ചായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ വിട്ടത് അപ്പൂപ്പൻ്റെ അടുത്തേക്കാണ്. നമ്മൾ കായംകുളം എത്തിക്കഴിഞ്ഞാൽ മീനുട്ടിക്ക് അപ്പൂപ്പൻ്റെ അടുത്ത് പോകണം. അപ്പൂപ്പൻ മെഡിക്കൽ സ്റ്റോറിൽ കാണുമല്ലോ, ഒരു 9:30 വരെ അപ്പൂപ്പൻ കാണും. അപ്പോൾ ആ ടൈമിനുള്ളിൽ എപ്പോൾ വന്നാലും ഞങ്ങൾക്ക് അപ്പൂപ്പൻ്റെ അടുത്ത് എല്ലാം പറ്റില്ല. അപ്പോൾ അപ്പൂപ്പൻ കേക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ അപ്പൂപ്പൻ കേക്കൊക്കെ കട്ട് ചെയ്ത് വായിലൊക്കെ വെച്ച് കൊടുക്കുവാണ്. എങ്കിലേ പുള്ളിക്കാരിക്കൊരു സമാധാനമുള്ളൂ. അപ്പൂപ്പനെ കണ്ടപ്പോഴത്തേക്ക് പിന്നെ അപ്പൂപ്പൻ മതി എല്ലാ കാര്യങ്ങളും. അങ്ങനെ എന്തായാലും ആ കേക്കൊക്കെ കട്ട് ചെയ്ത് അപ്പൂപ്പനും കൊടുത്തു. എനിക്ക് ഒരിത്തിരി ടേസ്റ്റ് നോക്കാൻ തന്നു, മിനുവായിട്ട് ടേസ്റ്റ് നോക്കാൻ തന്നു. എന്നിട്ട് ബാക്കി ഫുള്ള് പുള്ളിക്കാരി തന്നെ കഴിച്ചു. സൂപ്പറാണോ? സൂപ്പറാണോ? കേക്കും ഒക്കെ കഴിച്ച് നമ്മൾ ഇത്തിരി നേരം കഥയൊക്കെ പറഞ്ഞിരുന്ന് അത് കഴിഞ്ഞ് അപ്പൂപ്പൻ്റെ കയ്യിൽ നിന്ന് മിഠായിയൊക്കെ വാങ്ങിക്കുവാണ് പോകാൻ വേണ്ടിയിട്ട്. പോകാൻ നേരം ഈ മിഠായി ഒന്നും കഴിക്കത്തില്ല, പക്ഷെ അവൾക്ക് അത് 1-2 മിഠായി ഇങ്ങനെ അപ്പൂപ്പൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഇങ്ങനെ കൈ വെച്ചിട്ട് പോകണം. അപ്പൂപ്പനും ഉമ്മയും ഒക്കെ കൊടുത്ത് അങ്ങനെ നമ്മൾ ഇനി അടുത്ത് നേരെ വീട്ടിലോട്ട് ഉള്ള പരിപാടിയിലാണ്. അപ്പം ഇനി വേറെ പരിപാടിയൊന്നുമില്ല, നേരെ വീട്ടിൽ ചെല്ലുക, ഫുഡ് കഴിക്കുക, ഉറങ്ങുക, അതാണ് അടുത്ത പ്ലാൻ. അപ്പം നമ്മൾ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞ് ഇത് വീഡിയോ സ്റ്റോപ്പായി. ഇത് നമ്മുടെ അടുത്ത ദിവസത്തെയാണ്, അതായത് 13-ാം തീയതി രാത്രിയിൽ നമ്മൾ വിഷുവിന് കണി ഒരുക്കുന്നതാണ്. അപ്പം ഞാനിങ്ങനെ ആദ്യമേ ചക്കയൊക്കെ എടുത്ത് വെച്ചു. നമ്മൾ ആ ഒരു താലമൊക്കെ, ഇത് ഫ്രൂട്ട്സൊക്കെ വെക്കുന്ന ഒരു താലം നമുക്ക് കല്യാണത്തിന് കിട്ടിയതാണ്. അപ്പം അതിനകത്തെയാണ് ഞാൻ വെക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഉരുളി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഉരുളിയാണ്. അപ്പോൾ അതെനിക്ക് പൊക്കി എടുക്കാനും കഴുകാനും ഒക്കെയുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ ഇതിനകത്താക്കി. ഇനി ഒരു ചെറിയൊരു ഉരുളി വാങ്ങണം. അപ്പം എന്തായാലും ആദ്യം ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് നോക്കി എനിക്കൊരു തൃപ്തിയേ കിട്ടുന്നില്ല. ഫ്രൂട്ട്സൊക്കെ അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. പിന്നെ ഇതെല്ലാം അഴിച്ചു മാറ്റി വീണ്ടും ഈ വെച്ചതെല്ലാം വീണ്ടും ഞാൻ എടുത്ത് മാറ്റിയിട്ട് പിന്നെ വേറെ അടുത്ത രീതിയിൽ ആക്കിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ എന്തായാലും അതിനിടയ്ക്ക് മീനുട്ടി വന്നിട്ട് ഫോൺ എടുത്തിട്ട് പോകും, വീഡിയോ ഓഫാക്കും, ഇതൊന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ ഒന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ അങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം വെച്ചു. പിന്നെ കൃഷ്ണനെ നമ്മൾ ഒരു ഹൈറ്റിൽ സെറ്റ് മുണ്ടിൻ്റെ അതിൽ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വാൽക്കണ്ണാടി, പൈസ, കൊയിന്, പിന്നെ അരി, അങ്ങനെ പിന്നെ വിളക്ക് എല്ലാം തേച്ച് എല്ലാം സെറ്റ് ചെയ്തു. അത്രയും ഫുള്ള് ഓൺ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്, കണി കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ്. ഇതെല്ലാം അച്ഛനും മൂക്കും വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ആ ഒരു ഏരിയ അത്രയും ഒന്ന് ക്ലീൻ ചെയ്തു. നമ്മൾ ഈ പൂവൊക്കെ വീണതും ഇതൊക്കെ കാണുമല്ലോ, കമ്പും കോരും ഒക്കെ, അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു സെറ്റാക്കി. കത്രിക കൊണ്ട് കട്ട് ചെയ്തത്. എന്റെ ചെരുപ്പ് നാലും എവിടെ പോയെന്നാ? കുറച്ച് ആന്റി പറിച്ചായിരുന്നു ആന്റി പൂവ്. മോളിന്ന് കിട്ടിയോ? മീനുട്ടിയേ നിൽക്കുന്നൊക്കെ പറിച്ചു. ഇതെല്ലാം വാടിയതാ കണ്ടോ, വാടിയതാ. അത് മുട്ടെങ്കിലും ഒക്കെ വിരിഞ്ഞേ. വാടിയതാ ആന്റി കണ്ടോ, എല്ലാം വാടി നിൽക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കണ്ടോ. ഇനി നമുക്ക്
ഗോൾഡ് രാവിലെ എടുത്ത് വെക്കണം, സ്വർണം വെക്കണമല്ലോ കണി കാണാനായിട്ട്. അപ്പോൾ അത് ബാക്കിതേ ഫ്രൂട്ട്സ് എല്ലാം ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. ഇത് മാത്രം ഇച്ചിരി പോക്കാനുണ്ട്. ഇവിടെ ദേ കമ്പോട് ഒടിച്ച് വെച്ചത് മയിൽപ്പീലിയുണ്ട്, അതുകൂടെ വെച്ചാൽ ബോറാകുമോ എന്നൊരു തോന്നൽ. മയിൽപ്പീലി നമുക്കിവിടെ വെക്കാം. മയിൽപ്പീലി, ഈ മയിൽപ്പീലി, ഈ താലം, ഇതെല്ലാം ഞങ്ങളുടെ കല്യാണത്തിൻ്റെയാണ്. കല്യാണത്തിന് നമ്മൾ ഡ്രസ്സ് എടുത്തത് ജോയാലിക്കാസിന്നാണേ. അപ്പോൾ അവിടുന്ന് ഡ്രസ്സ് എടുക്കുന്നവർക്ക് അവർ ഈ ഒരു താലത്തിനകത്തേ കണ്ടോ, ജോയാലിക്കാസിൽ ജോളി സിൽക്സ്, സോറി. അപ്പം ജോളി സിൽക്സിൽ നിന്നായിരുന്നു നമ്മൾ സാരി എടുത്തത്. അപ്പം അവിടുന്ന് സാരി എടുക്കുന്നവർക്കൊക്കെ ഇങ്ങനൊരു താലത്തിൽ മയിൽപ്പീലിയൊക്കെ വെച്ച് ആണ് കൊടുക്കുന്നത്. അപ്പം ആ മയിൽപ്പീലിയും സാധനങ്ങളുമൊക്കെയാണ് ഇങ്ങനെ വെക്കാം. അപ്പോൾ ഓക്കെ, നമുക്കിനി നാളെ കാണാം.